ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 79. അമ്മ വെറുതെ കരയാതെ, ചേച്ചിക്കൊന്നും പറ്റത്തില്ല. ഐസിയുവിൻ്റെ മുൻപിലിരുന്ന് കരയുന്ന വിലാസിനിയെ വിഷ്ണു എത്രയൊക്കെ സമാധാനിപ്പിക്കുവാനായി ശ്രമിച്ചിട്ടും അവർ അടങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടിരുന്നവർ വീണ്ടും ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു. അമ്മേ, ഇങ്ങനെ കരഞ്ഞാൽ വയ്യാതാവും, ചേച്ചിക്കൊന്നും പറ്റില്ലെന്നേ. എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും ദിവ്യയുടെ അവസ്ഥ ആതിരയെ ഒന്ന് സങ്കടപ്പെടുത്തിയിരുന്നു. ഞാൻ എന്തൊരു പാപിയാ മോളെ, ഞാനല്ലേ അവളെ ദേവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെ. ഒറ്റയ്ക്ക് വിടരുതായിരുന്നു അവളെ. എൻ്റെ കൊച്ചിനിങ്ങനൊരു അവസ്ഥ വന്നല്ലോ ദേവി. അവർക്കരികിലായി മുഖം കുനിച്ചിരുന്ന ദേവനും കേട്ടു ആ പെറ്റമ്മയുടെ വിലാപം. അവനിൽ അപ്പോൾ പേരറിയാൻ പറ്റാത്ത ഒരു സങ്കടമായിരുന്നു, കുറ്റബോധമായിരുന്നു. താലി കെട്ടിയവളാണ്, തൻ്റെ മകൻ്റെ അമ്മയാണ്. പക്ഷേ ഈ അവസ്ഥയെ കാണുമ്പോൾ എന്തുകൊണ്ട് നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട്. അമ്മേ വേണ്ട. വിഷ്ണു ശാസനയോടെ വിലാസിനയുടെ കയ്യിൽ പിടിച്ചു. കാരണം ദേവൻ്റെ അവസ്ഥ തലേ ദിവസം രാത്രി തൊട്ട് അവനും കാണുന്നുണ്ടായിരുന്നു. രാവിലെ ആയിട്ട് പോലും അവൻ്റെ ആ ഇരിപ്പിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ആരോടും ഒരു വാക്കുപോലും സംസാരിക്കാതെ ഉരിയാടാതെ ഇരിക്കുന്ന ദേവനെ കാണുന്തോറും വിഷ്ണുവിനും വല്ലായ്മ തോന്നിയിരുന്നു. ദിവ്യയുടെ ആരേലും ഉണ്ടോ? പെട്ടെന്നാണ് ഐസിയുൻ്റെ വാതിൽ തുറന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നത്. സാർ. ആ വിളി കേട്ടതും ദേവനും വിഷ്ണു ഒരുപോലെ അദ്ദേഹത്തിൻ്റെ നേർക്ക് പാഞ്ഞു. ദിവ്യയുടെ ആരാണ്? ഡോക്ടർ അവരെ നോക്കി ചോദിച്ചു. ഞാൻ ദേവൻ, ഹസ്ബൻഡാണ്. അവൻ പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഓക്കെ ദേവൻ, ദിവ്യയുടെ അവസ്ഥയിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. തലയുടെ MRIയിൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. നോസ് ബ്ലീഡിങ് ഇത്തിരിയൊന്ന് നിന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് അങ്ങ് കഴിഞ്ഞു. പക്ഷേ അയാൾ അവരെ നോക്കി കാര്യങ്ങൾ വിശദീകരിച്ചു. അവളുടെ ജീവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സർ ഡോക്ടർ? അത് ചോദിക്കുമ്പോൾ ദേവൻ്റെ ശരീരം തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇല്ലടോ, ഈശ്വരൻ കാത്തതാ. പക്ഷെ കൈക്കും കാലിനും നല്ല പരിക്കാണ് പറ്റിയിരിക്കുന്നത്. അതും മൾട്ടിപ്പിൾ ഫ്രാക്ചർ. റോഡിലേക്കുള്ള തെറിച്ചുള്ള വീഴ്ചയിൽ വയറിൽ എന്തോ കുത്തി കയറിയിട്ടുമുണ്ട്. മുറിവിന് വലിയ ആഴമില്ലാത്തതുകൊണ്ട് സർജറി ആവശ്യമില്ല. ഡോക്ടർ വീണ്ടും തുടർന്നു. കാലിലെ ബോണിൽ മിക്കവാറും കമ്പി ഇടേണ്ടി വരും. ഇപ്പോഴല്ല, പേഷ്യൻ്റ് ഒന്ന് ഓക്കെ ആയതിനു ശേഷം. അത്രയും കൂടി പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയതും ദേവനൊന്ന് ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് മഹർഷിയെ അഭിമുഖീകരിക്കാൻ ദേവിക്ക് വല്ലാത്തൊരു ചമ്മലായിരുന്നു. രാവിലെയുള്ള ചായ കൊടുക്കലിനിടയിലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. അതെ, ഇന്നെൻ്റെ ഭാര്യയ്ക്ക് വല്ല വ്രതവും ഉണ്ടോ? കുളി കഴിഞ്ഞ് തലയും തോർത്തിക്കൊണ്ട് മുറിയിലേക്ക് എത്തിയവൻ തന്നെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാതെ കബോർഡിൽ എന്തൊക്കെയോ തപ്പിക്കൊണ്ട് നിൽക്കുന്നവളോട് ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. ഒന്നുമില്ല ആദ്യേട്ടാ. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെയാണ് അവനുള്ള മറുപടി കൊടുത്തതും. ആ ഒന്നുമില്ലെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടല്ലോ. നനഞ്ഞ തോർത്ത് ബിന്നിലേക്ക് എടുത്തിട്ടിട്ട് ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ചുകൊണ്ടവൻ ദേവികയുടെ അരികിലേക്ക് നടന്നു. പെണ്ണിപ്പോഴും സാരിയുടെ തട്ടിൽ നിന്ന് ഉടുത്തു കൊണ്ടുപോകാനുള്ളത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. പക്ഷേ ഒന്നുപോലും എടുക്കുന്നില്ല എന്നത് ആദ്യം പ്രത്യേകം ശ്രദ്ധിച്ചു. ഒന്നുമില്ല ആദ്യേട്ടാ. വെപ്രാളത്തോടെ കയ്യിൽ കിട്ടിയ ഒരു സാരിയും ബ്ലൗസും എടുത്ത് തിരിഞ്ഞവൾ തട്ടി നിന്നത് മഹർഷിയുടെ നെഞ്ചിലേക്കായിരുന്നു എന്ന് മാത്രം. ഒന്നുമില്ല. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടവൻ ദേവിയുടെ അടുത്തേക്ക് ഒന്നും കൂടെ നീങ്ങി നിന്നു. ആദ്യേട്ടാ. അവൾ പിന്നിലേക്ക് നീങ്ങി അവസാനം കബോർഡിലേക്ക് തട്ടി നിന്നു പോയിരുന്നു. എന്തോ? അവൾക്ക് ഇരുവശവും കൈകൾ രണ്ടും കുത്തി നിന്നുകൊണ്ട് ചെക്കനൊട്ടൊരു കുറുമ്പോടെ വിളി കേട്ടു. സ്കൂളിൽ പോവും, സമയം പോവും, ഒന്ന് മാറുമോ? അവന് നേരെ മുഖമുയർത്തി നോക്കാൻ പോലും അവൾക്കാവുന്നുണ്ടായിരുന്നില്ല. സ്കൂളിലേക്ക് ഞാനും ഉണ്ടല്ലോ. അവളിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ചെക്കൻ കാതോരം പറഞ്ഞു. ദേവികയിൽ ഒരു തരിപ്പ് പടർന്നു കയറി. അവനിലെ പ്രണയം അതവളെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ടായിരുന്നു. സമയം പോയില്ലേ, ഒന്ന് മാറുമോ? നേർത്ത ശബ്ദത്തിൽ പെണ്ണിൽ നിന്ന് ഒരു ചോദ്യം പുറത്തേക്ക് തെറിച്ചു. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. കാവുമ്പാട്ടെ ആദിദേവിൻ്റെ അധികാരത്തിലുള്ള സ്കൂളല്ലേ അതെ? എന്ന് വെച്ചാൽ ദേവികയുടെ ഭർത്താവിൻ്റെ സ്കൂള്. ഒന്നും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിൻ്റെ സ്കൂള്. ആ സ്കൂളിലേക്ക് പോകാനാണോ ദേവിക ആദിദേവ് ഇത്രയും പേടിക്കുന്നത്? ചെക്കൻ അവളെ കുറുമ്പ് പിടിപ്പിക്കുവാൻ അത്രയ്ക്കും കൊതി തോന്നിയിരുന്നു. ആദ്യേട്ടാ. പെണ്ണ് പരിഭവത്തോടെ അവനെ മുഖമുയർത്തി നോക്കി. നടക്കില്ല മോളെ. ഇന്നലെ രാത്രി മുഴുവൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവളെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഈ മുഖം നടന്ന്
തരാതെ നടക്കുന്നതിൻ്റെ കാരണം അറിയാതെ ഞാൻ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആദ്യം ഇത്തിരി കൂടി മുന്നോട്ടേക്ക് ആഞ്ഞ് അവളെ തൊട്ടില്ല എന്ന രീതിയിൽ നിലയുറപ്പിച്ചു. കഷ്ടമുണ്ട്. അവക്ക് ചമ്മല് കാരണം അവൻ്റെ കണ്ണിലേക്ക് നോക്കുവാനുള്ള ആവതില്ലായിരുന്നു. സെയിം ടു യു വൈഫി. അവനും അത് ഡയലോഗ് തിരിച്ചടിച്ചു. അതോടൊപ്പം തന്നെ വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു. ദേവി ഇനിയും തൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ മറ്റെങ്ങോട്ടേക്ക് നോട്ടം പായിച്ചു കൊണ്ടിരിക്കുന്നവളെ മഹർഷി ആർദ്രമായി വിളിച്ചു. ആ വിളി കേൾക്കാതിരിക്കാൻ ദേവികയ്ക്ക് കഴിഞ്ഞില്ല. അവളവൻ്റെ കണ്ണുകളിലേക്ക് ഒട്ടൊരു പിടപ്പോടെ നോട്ടം പായിച്ചു. ഇന്നലെ രാത്രി നമുക്കിടയിൽ നടന്നത് ഓർന്നിട്ടുള്ള നാണാണോ ഇത്? ഒരു ചിരിയോടെ അവൻ തിരക്കി. ആദിയോടൊപ്പമുള്ള ബാൽക്കണി നിമിഷങ്ങൾ ഓർമ്മ വന്നതും പെണ്ണ് നാണത്തോടെ ഒന്ന് മൂളി. എന്തിന്? ചുവന്നു കയറുന്ന കവളുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു പ്രണയത്തോടെ. ആദിയേട്ടാ. അവൻ്റെ പ്രണയം കത്തുന്ന നോട്ടം താങ്ങാൻ വയ്യാതെ അവൾ തൻ്റെ മിഴികളെ ആദിയിൽ നിന്നും പെട്ടെന്ന് തന്നെ പിൻവലിച്ചു. എന്നെ ഒന്ന് നോക്ക് ദേവി. ഇടത്തെ കൈയിലെ പെരുവിരൽ പെണ്ണിൻ്റെ നനവാർന്ന കീഴ്ചുണ്ടിന് മുകളിൽ ഒന്ന് അമർത്തി വെച്ചുകൊണ്ട് മഹർഷി കെഞ്ചി. ആഹാ, ഉയർന്നു വന്ന ഹൃദയമിടിപ്പിനെ അടക്കി വയ്ക്കുവാൻ പാടുപെടുകയായിരുന്നു അവളപ്പോൾ. നോക്ക് ദേവി. പെണ്ണിൻ്റെ ചുണ്ടുകളെ മുഴുവനും അപ്പാടെ ഒന്ന് തലോടിക്കൊണ്ട് ചെക്കൻ വീണ്ടും നിർബന്ധിച്ചു. നാണം കൊണ്ട് വിവശയായവൾ വീണ്ടും നിഷേധാർത്ഥത്തിൽ മൂളി. നോക്കില്ലേ? ഇത്തവണ ആർദ്രമായ ചോദ്യത്തോടൊപ്പം തന്നെ ആദിയുടെ ചുണ്ടുകൾ അവളുടെ മുഖത്തിന് നേർക്ക് അടുത്തിരുന്നു. പെണ്ണിൻ്റെ ശ്വാസം ഒന്ന് വിലങ്ങി, കണ്ണുകളും ഇഴിഞ്ഞു. ഇരു കൈകളും ചുരിദാറിൻ്റെ സ്ലിറ്റിന് മുകളിൽ പുടുത്തമിട്ടു. സ്വയം അറിയാതെ തന്നെ ആദി ദേവികയുടെ ആദരങ്ങൾ പാതി വിടർന്നു വന്നിരുന്നു, അവനെ സ്വീകരിക്കുവാൻ എന്ന വണ്ണം. ദേവി. ചെക്കൻ്റെ ചുടികൾ അവളുടെ കീഴ്ചുണ്ടിനെ പൊതിയും നേരം തന്നെ അവൻ്റെ വലങ്കൈ അവളുടെ ചുരിദാറിനുള്ളിൽ കൂടി അകത്തേക്ക് കടന്നിരുന്നു. അച്ചേ. പൊടുന്നനെയാണ് മുറിക്ക് പുറത്തുനിന്ന് ഉച്ചത്തിലുള്ള തത്തമ്മയുടെ ശബ്ദം അവർ കേൾക്കുന്നത്. മോള്. അപ്പോഴേക്കും ദേവിക ഒട്ടൊരു ശക്തിയോടെ ആദിയെ തന്നിൽ നിന്നും തള്ളി അകത്തി മാറ്റിയിരുന്നു. അച്ചേ, മോളൊരുങ്ങി. ഒട്ടൊരു നിരാശയോടെ അവളിൽ നിന്നും അകന്നു മാറിയവൻ തനിക്ക് നേരെ ഓടി വരുന്ന കുഞ്ഞിപ്പെണ്ണിനെ കൈക്കുള്ളിലേക്ക് സന്തോഷത്തോടെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നതെന്ന് ആരോ പറഞ്ഞു കേട്ട അറിവാണ്. അതൊരു സത്യമാണെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഓമനിക്കുന്നതിനിടയിലും ദേവികയെ നോക്കി പരിഭവപ്പെടാൻ അവനപ്പോൾ മറന്നില്ല എന്നതാണ് സത്യം. ചിരി പൊട്ടിയെങ്കിലും തൻ്റെ പ്രാണൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന തൻ്റെ ജീവനെ അവൾ കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് വിലാസിനെ ദിവ്യയുടെ കട്ടിലിനരികിൽ നിന്നു. ക്യാനുല കയറ്റിയ കൈക്ക് മുകളിൽ മെല്ലെയൊന്ന് തലോടുവാനും അവരാ നേരം മറന്നില്ല. തലയിൽ പൊട്ടലുള്ളതിനാൽ തന്നെ അവൾക്ക് അവരെ മുഖം തിരിച്ചു നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്ക് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. അമ്മയോട് പൊറുക്കണേ മോളെ. അമ്മ നിന്നോടൊന്നും പറയരുതായിരുന്നു. വിലാസിനിയുടെ എങ്ങൽ ചീളുകൾ ദിവ്യയുടെ ചെവിയിൽ പതിഞ്ഞു. ദിവ്യ അതിനുള്ള മറുപടിയൊന്നും കൊടുത്തില്ല. പകരം നിർവികാരതയുടെ മുകളിൽ കാണുന്ന റൂഫിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് ഞാനായിട്ട് തന്നെ വിഷമിപ്പിച്ചു. എൻ്റെ മോക്ക് ഞാൻ കാരണം ഇങ്ങനൊരു ഗതി വന്നത്. എൻ്റെ കൊച്ചിൻ്റെ ജീവിതം നന്നായി കാണുമെന്ന് നിരീച്ച അമ്മ അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞേ. പക്ഷേ ഇങ്ങനൊക്കെ ആയിപ്പോയല്ലോടി മോളെ. എന്നോട് പിണക്കല്ലേ കടക്കല്ലേടി ദിവ്യേ നീ. അമ്മയ്ക്ക് പറ്റില്ലടി നിന്നെ ഈ അവസ്ഥ കാണാൻ. അവരവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു പോയിരുന്നു. ഇത്രയൊക്കെ നടന്നിട്ടും യാതൊരു ഭാവഭേദവും കാട്ടാതെയാണ് ദിവ്യ കിടന്നത്. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി ചെവിയരിയിലേക്ക് നീങ്ങിയിരുന്നു. ആ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മോളെ. അതും കൂടി കണ്ടപ്പോഴേക്കും ആ അമ്മ ഹൃദയം പൊട്ടി കരഞ്ഞു. എൻ്റെ തെറ്റാണ്. ഒരിക്കലും ഞാനങ്ങനെ പറയരുതായിരുന്നു. ഇത്രയും നാളും ഉള്ളിൽ ഒളിപ്പിച്ചത് പോലെ മരിക്കുന്നിടം വരെ അതങ്ങനെ തന്നെ ഞാൻ വെച്ചാൽ മതിയായിരുന്നു. അവളുടെ നന്മയ്ക്കെന്നോർത്ത് പറഞ്ഞു പോയതാ. പക്ഷെ ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ അതെൻ്റെ കുഞ്ഞിനെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ ഈശ്വര. ദിവ്യയെ ഒരു വട്ടം കൂടി നോക്കിയിട്ട് അവരവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആദി, ഇന്ന് നമ്മുടെ മാനേജറുടെ മോൻ്റെ മാരേജ് റിസപ്ഷൻ അല്ലേ? നീ വരുന്നില്ലേ?
ഓഫീസിലെ ക്യാബിനിലിരിക്കുന്ന മഹർഷിയുടെ അരികിലേക്ക് ജിത്ത് കയറി ചെന്നു. എപ്പോഴാടാ? ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നവൻ തല ഉയർത്താതെ തന്നെ അവനോട് തിരക്കി. 8 മണിക്കാണെന്നാ പറഞ്ഞിരിക്കുന്നേ. അതും പറഞ്ഞുകൊണ്ട് ജിത്ത് ഓഫീസ് ടേബിളിന് മുകളിൽ എത്തിയിട്ടിരിക്കുന്ന ഒരു കസേരയിൽ കയറിയിരുന്നു. തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ലേറ്റ് ആവില്ലേടാ? ലാപ്ടോപ്പ് ഒരു നിമിഷത്തേക്ക് മടക്കി വെച്ചുകൊണ്ട് ആദ്യം ഒരു നിമിഷം ചിന്തയിലാണ്ടു. ഒരിക്കൽ ഡേവിഡിൻ്റെ കാര്യത്തിന് പണി കൊടുക്കാൻ പോയപ്പോൾ രാത്രി താമസിച്ച് ചെന്നതിന് പെണ്ണിൻ്റെ മുഖം മാറിയതാണ്. അത് വല്ല കുഞ്ഞിപ്പെണ്ണിന് താനില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുവാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് തന്നെ രാത്രി പാർട്ടികൾ മനഃപൂർവ്വം ഒഴിവാക്കി വിടുകയാണ് പതിവ്. ഒരു 10 മണിക്കകം വീട്ടിൽ ചെല്ലുന്നത് പോലെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ? അവരായിട്ട് എത്ര പ്രാവശ്യം നമ്മളെ വിളിച്ചതാ. ചെല്ലാതിരുന്ന മോശമാണ് കേട്ടോ. കല്യാണത്തിന് പോലും നമ്മളെ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനി ഇതിനും കൂടി ചെന്നില്ലേ അവരെന്ത് വിചാരിക്കും? അവൻ തുറന്നു ചോദിച്ചു. ആ നോക്കാം, 8 മണിയാകുമ്പോഴല്ലേ. ആദി വീണ്ടും തൻ്റെ ജോലി തുടർന്നു. എടാ, മണി ഇപ്പോൾ തന്നെ 7 ആയി. ഇനി എപ്പോൾ പോകാനാണ്? ജിത്ത് വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ധൃതി കാട്ടി. 1 മിനിറ്റ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ആദി അപ്പോൾ തന്നെ ദേവികയ്ക്ക് ഫോൺ ചെയ്തു. ആദിയേട്ടാ. മറുവശത്ത് കോള് കണക്റ്റായ ഉടനെ തന്നെ ചെക്കൻ്റെ കാതോരം പതിഞ്ഞ ശബ്ദം അതായിരുന്നു. അത് കണ്ട് തന്നെ അത്രയും നേരം ഗൗരവത്തിലിരുന്ന മഹർഷിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എന്തു ചെയ്യുന്നു എൻ്റെ ഭാര്യ? മുമ്പിൽ ജിത്തിരിക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ അവനൊരു കള്ളച്ചിരിയോടെ സംസാരം തുടങ്ങി. മോൾക്ക് എന്തൊക്കെയോ ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു, അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദിയേട്ടാ. അവൻ്റെ കുറുമ്പോടെയുള്ള സംസാരം മനസ്സിലായിട്ടും പെണ്ണത് അറിഞ്ഞില്ലെന്നുള്ള ഭാവത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അവൾ വല്ലതും കഴിച്ചോ? കഴിക്കുന്നു, അമ്മ ഇപ്പോൾ വാരി കൊടുക്കുന്നു. ദേവിക ചിരിയോടെ പറഞ്ഞു. നീയോ? അടുത്ത ചോദ്യം അതായിരുന്നു. സമയമായില്ലല്ലോ. ദേവികയുടെ കണ്ണുകൾ ചുവരിലെ ക്ലോക്കിലേക്കായിരുന്നു അപ്പോൾ നീങ്ങിയത്. എന്നാലേ നീ എന്നെ നോക്കിയിരിക്കാതെ സമയത്തിന് കഴിച്ചേക്ക് കേട്ടോ. എന്തേ, ആദ്യേട്ടൻ വീട്ടിൽ വരാൻ താമസിക്കുമോ? അത്രയും നേരം സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവളുടെ ശബ്ദം പൊടും തന്നെ വെപ്രാളത്തിലായി. ഇല്ല, 10 മണിക്കകം വന്നേക്കാം. ഇന്നൊരു റിസപ്ഷൻ ഉണ്ട് ദേവി, അതുകൊണ്ട് കഴിച്ചിട്ടേ ഞാൻ വരൂ. മോളെ എന്തേലും പറഞ്ഞ് നീ കടത്തി ഉറക്കിയേക്കണം കേട്ടോ. അവൻ നിർദ്ദേശം നൽകി. ആ, ഒരു മൂളലോടെ പെണ്ണ് സമ്മതിച്ചപ്പോഴാണ് അവനൊരാശ്വാസം തോന്നിയത് തന്നെ. എങ്കിൽ വെച്ചോട്ടെ. മഹർഷി അവളോട് അനുവാദം ചോദിച്ചു. ശരി ആദ്യേട്ടാ. അവൾ നിറഞ്ഞ മനസ്സോടുകൂടി ഒന്ന് ചിരിച്ചു. പോയേക്കാം. കോൾ കട്ട് ചെയ്തതിന് ശേഷം ഫോൺ മേശമേലായി വെച്ചിട്ട് ആദ്യം മുന്നിലിരിക്കുന്നവനോടൊരു ചിരിയോടെ പറഞ്ഞു. എങ്ങനെ ഇരുന്നവനായിരുന്നു, ഇപ്പം കണ്ടില്ലേ? ഒരു പെണ്ണ് കെട്ടിയ ഇത്രയും മാറ്റമോ? മഹർഷിയുടെ മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നപ്പോൾ. അതേസമയം തൻ്റെ അഭിപ്രായങ്ങൾക്ക് കൂടി ഒരു വില നൽകുന്നവനാണല്ലോ ആദി എന്നുള്ള ചിന്ത പോലും ദേവികയെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുവാൻ പോന്നതായിരുന്നു. ഹർഷേട്ടാ. വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് ജീനയോടൊപ്പം നിൽക്കുന്നവനെ അനാമിക കണ്ടത്. ആഹാ, നീയോ? ഇന്നത്തെ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോ. അവളെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഹർഷൻ ചിരിച്ചു കാട്ടി. എങ്കിലും ജീന അവളോടുള്ള പരിചയം ഒരു ചിരിയിൽ അടക്കി നിർത്തുകയാണ് ചെയ്തത്. അതെ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോയാൽ പിന്നീട് ഇതിനു വേണ്ടി ഇവിടം വരേണ്ടി വരില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവൾ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റിലാക്കി എടുത്തു കൊട്ടിരുന്നു. അത് ശരിയടോ, ഞങ്ങളും തുടങ്ങിയിട്ടേ ഉള്ളൂ. താനും ഒപ്പം കൂടിക്കോ. ഹർഷൻ അവളെ അവർക്കൊപ്പം ക്ഷണിച്ചു. ആ. ഒരു ചിരിയോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊപ്പം കൂടിയെങ്കിലും ജീനിയുടെ മൗനം അനാമിക നന്നായി ശ്രദ്ധിച്ചിരുന്നു. അങ്ങോട്ട് കയറി സംസാരിച്ചാലും തിരിച്ചുള്ള മറുപടി ഒറ്റ വാക്കിൽ ഒതുക്കുന്നവളെ പിന്നീട് ബുദ്ധിമുട്ടിക്കുവാൻ അനാമികയ്ക്കും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ആവശ്യമായതൊക്കെ എടുത്ത് ബില്ലിംഗ് ചെയ്യിപ്പിച്ചതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് ധൃതിയിൽ ഇറങ്ങിപ്പോയി. നിന്റെ കൂട്ടുകാരിയല്ലേ അവള്? നീ എന്താ ജീനെ അവളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? അനാമിക നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാവാം ജീനയുടെ പെരുമാറ്റം ഹർഷന് പെട്ടെന്ന് തന്നെ മനസ്സിലായത്. അത് പിന്നെ വെറുതെയാ, അവൾ എന്നോട് മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാനും മിണ്ടിയില്ല, അത്രയുള്ളൂ. കാര്യത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജീന പറഞ്ഞു. അവൾ മിണ്ടിയില്ലെങ്കിലും നീ അവളോട് അങ്ങോട്ട് ചെന്ന് മിണ്ടരുതായിരുന്നോ? എത്രയൊക്കെ പറഞ്ഞാലും അവിടെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയത് നീ കുറെ കഴിച്ചിട്ടുള്ളതല്ലേ? ഹർഷൻ അതും പറഞ്ഞിട്ട് അവളെ പഠിക്കുന്ന രീതിയിലൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. അവിടെ അമ്മ ഉണ്ടാക്കി തിന്നെന്നോ? ഞാനോ? എപ്പോ?
ജീന അവൻ്റെ സംസാരത്തിൽ തപ്പി തടഞ്ഞു. അത് പിന്നെ നീയും അവൾ ഒരേ നാട്ടുകാരല്ലായിരുന്നോ? അതുമാത്രമല്ല സ്കൂൾമേറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്കുള്ള പോക്കും വരവും ഒക്കെ സാധാരണ രീതി നിങ്ങൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞേ. അവളുടെ മുഖത്തെ പതർച്ചയും വെപ്രാളവും ഹർഷൻ്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. അതെ, അവിടെ അമ്മ ഉണ്ടാക്കിയത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വല്യമ്മ ഉണ്ടാക്കിയത് അവളും. തനിക്ക് മുഖം തരാതെ ബിൽഡിങ്ങിലേക്ക് നടക്കുന്നവൾ ഹർഷനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. 10 മണി എന്ന് പറഞ്ഞെങ്കിലും ആദ്യ വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. കീ ഉപയോഗിച്ച് അകത്തേട്ട് കയറിയവൻ ഹാളിൽ തനിക്കായി കാത്തിരിക്കുന്ന ദേവികയെ പ്രതീക്ഷ വെച്ചുവെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു നിരാശയോടുകൂടി തന്നെയാണ് ചെക്കൻ പടികൾ കയറി സ്വന്തം മുറിയിലേക്ക് പോയതും. ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ കാണുന്നത് കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ദേവികയാണ്. ഇത്തവണ എന്തുകൊണ്ടോ കുഞ്ഞിപ്പെണ്ണിനെ ഭിത്തിയുടെ അരികിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് പെണ്ണിൻ്റെ സ്ഥാനം ബെഡിന് നടുവിലായിട്ടായിരുന്നു. ദുട്ട! പ്രണയത്തോടെ അവളെ നോക്കി നിന്ന അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം പരിഭവം സ്ഥാനം പിടിച്ചു. തന്നെ കാത്തിരുന്നില്ലല്ലോ എന്നോർത്ത്. എങ്കിലും അവളുടെ സ്കൂൾ തിരക്കും കാര്യങ്ങളും ഒക്കെ ഓർത്തതും അവനിലെ പരിഭവങ്ങൾ നിമിഷ നേരം കൊണ്ട് ആവിയായി പോയിരുന്നു. നേരെ വാഷ്റൂമിലേക്ക് കയറി ഒരു കുളിയും കഴിച്ച് ഡ്രസ്സും മാറി തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും അവരതേ കിടപ്പ് കിടക്കുന്നതാണ് ചെക്കൻ കണ്ടത്. ഒരു പുഞ്ചിരിയോടെ അവരെ ഒന്ന് നോക്കി നിന്നിട്ട് വെട്ടമണച്ച് ഡിം ലൈറ്റ് ഇട്ടവൻ. എന്നിട്ട് ദേവികയുടെ അരികിലായി ചേർന്ന് കിടന്നു. ദേവി! മെല്ലെ വിളിച്ചുകൊണ്ട് ചെക്കൻ അവളെ പിന്നിൽ നിന്നും പുണർന്നതും ഉറക്കം ഞെട്ടിയുണർന്നവൾ അവന് നേരെ തിരിഞ്ഞു കിടന്നിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ.